പ്രത്യാശയുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഭാരിച്ച ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തുന്നു. എൻ്റെ പാപങ്ങളുടെ ഭാരം എന്നെ ഞെരുക്കുന്നു. എൻ്റെ ബലഹീനതകളെക്കുറിച്ചുള്ള അറിവ് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു. എല്ലാത്തരം ഭയവും പ്രലോഭനവും എന്നെ അലട്ടുന്നു. എന്നിട്ടും ഞാൻ ഈ ലോകത്തിലെ കാര്യങ്ങളുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിനു വേണ്ടി കാംക്ഷിക്കുന്നതിനു പകരം മരണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ഞാൻ ഭയത്താൽ നിറയുന്നു. കാരുണ്യത്തിൻ്റെ അമ്മേ, എൻ്റെ ദുരിതത്തിൽ എന്നോട് കരുണ ഉണ്ടാകണമേ. അമ്മയുടെ ദിവ്യപുത്രനുമായി അമ്മ സർവശക്തയാണ്. അമ്മയുടെ നിഷ്കളങ്ക ഹൃദയത്തിൽ ഒരപേക്ഷയും നിരസിക്കുവാൻ ഈശോയ്ക്ക് കഴിയുകയില്ല. സ്വർഗീയ സിംഹാസനത്തിൻ്റെ മുൻപിൽ എൻ്റെ വക്താവായി നിന്നുകൊണ്ട് എനിക്ക് യഥാർത്ഥ അമ്മയായി സംരക്ഷകയായി കൂടെ ഉണ്ടാകണമേ. പാപികളുടെ സങ്കേതമേ, പ്രതീക്ഷയില്ലാത്തവരുടെ പ്രത്യാശയെ, അമ്മയുടെ അടുത്തേക്ക് അല്ലാതെ ഞാൻ ആരുടെ അടുത്തേക്ക് തിരിയും? അങ്ങനെയെങ്കിൽ പ്രത്യാശയുടെ മാതാവേ, എൻ്റെ പാപങ്ങൾക്കുള്ള യഥാർത്ഥ ദുഃഖത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ വിശുദ്ധ ഹൃദയത്തോടുള്ള തികഞ്ഞ രാജിയുടെ ദാനവും എൻ്റെ കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കുവാനുള്ള ധൈര്യവും എനിക്ക് ലഭിക്കണമേ. എന്നാൽ എല്ലാറ്റിനും ഉപരിയായി പ്രിയപ്പെട്ട അമ്മേ, അമ്മയുടെ ഏറ്റവും ശക്തമായ മധ്യസ്ഥതയാൽ എൻ്റെ ഹൃദയം പരിശുദ്ധമായ പ്രത്യാശയാൽ നിറയട്ടെ. അങ്ങനെ ജീവിതത്തിലെ ഇരുണ്ട മണിക്കൂറിൽ ഞാൻ ഒരിക്കലും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ പരാജയപ്പെടാതിരിക്കട്ടെ. അമ്മേ, മാതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയോടും അമ്മയോടും സ്വർഗത്തിലെ നിത്യസന്തോഷങ്ങളിൽ ഐക്യപ്പെടുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അർഹരാക്കണമേ. ആമേൻ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, പാപികളുടെ അഭയമേ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അനന്തമായ ഗുണങ്ങളാൽ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മേ, മാതാവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും യാചനകളും എല്ലാം ഈ നിമിഷം അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങൾ ഈ നിമിഷം അമ്മയ്ക്ക് സമർപ്പിക്കുക. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രതിസന്ധികളും അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുക. മാതാവേ, ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ സംരക്ഷണവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ കാൽച്ചുവടുകൾ പിന്തുടർന്നാൽ നാം ഒരിക്കലും വഴിതെറ്റുകയില്ല. അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നിരസിക്കപ്പെടുകയില്ല, നിരാശയിൽ വീഴുകയുമില്ല. അമ്മയെ ഓർത്താൽ ഒരിക്കലും നമുക്ക് തെറ്റുപറ്റുകയില്ല. പരിശുദ്ധ അമ്മ നമ്മുടെ കൈ മുറുകെ പിടിക്കുമ്പോൾ ഒരിക്കലും നാം വീഴുകയില്ല.
പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമ്മിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നാം തളർന്നു പോവുകയില്ല. ഒരു ഭയവും നമ്മെ ജീവിതത്തിൽ അലട്ടുകയില്ല. അമ്മേ, കൃപാസന പ്രസാദവര മാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എന്നും എൻ്റെയും എൻ്റെ കുടുംബങ്ങളുടെ മേലും എപ്പോഴും ഉണ്ടാകണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അമ്മയെക്കുറിച്ച് ചിന്തിക്കുക, അമ്മയെ വിളിക്കുക. അമ്മയുടെ നാമം നമ്മുടെ ചുണ്ടിൽ എപ്പോഴും സൂക്ഷിക്കുക. അതൊരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കരുത്. കൃപാസന പ്രസാദവര മാതാവേ, ഞങ്ങൾ എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എത്രയും പരിശുദ്ധയായ മറിയമേ, സാന്ത്വനത്തിൻ്റെ മാതാവേ, അവിടുത്തെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ അരപ്പട്ടയാൽ ബന്ധിച്ച് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും നിലനിർത്തണമേ. വേല ചെയ്യുന്ന ഞങ്ങളുടെ കരങ്ങളെ ശക്തിപ്പെടുത്തണമേ. അമ്മേ, ആകുലതകൾ പെരുകുമ്പോൾ ആശ്വാസനാളമായി അരികിൽ ഓടിയെത്തണമേ. എല്ലാ കരുണയുടെയും ആശ്വാസത്തിൻ്റെയും ഉറവിടമായ യേശുവേ, അവിടുത്തെ ദാസർക്ക് ഉചിതമായി നൽകപ്പെട്ട അവിടുത്തെ ഏറ്റവും പരിശുദ്ധ അമ്മയായ മറിയത്തെ ഞങ്ങളുടെ സാന്ത്വനത്തിൻ്റെ മാതാവായി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ വണങ്ങുന്നു. ഓ സാന്ത്വനത്തിൻ്റെ മാതാവേ, ഞങ്ങളുടെ ആശ്രയമേ, ശക്തിയെ, എല്ലാ നന്മകളുടെയും അടിസ്ഥാനമേ, വിശ്വാസത്തോടെ ഞങ്ങൾ ചോദിക്കുന്നതെന്തും വിശിഷ്യ ഇവിടെ നമ്മുടെ നിയോഗം അമ്മയുടെ മുൻപിൽ സമർപ്പിക്കാം. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി നൽകുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടവളായ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ കുടുംബത്തെയും തിരുസഭയെയും പിശാചിൻ്റെ എല്ലാ കെണികളിൽ നിന്നും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും രക്ഷിക്കണമെന്ന് അങ്ങയെ ആത്മാവിൽ പ്രണമിച്ചുകൊണ്ട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ വ്യാകുലങ്ങളിൽ ഞങ്ങൾ അവളാൽ ആശ്വസിക്കപ്പെടുകയും ആശ്വസിപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ ജീവിതത്തിലുടനീളമുള്ള പരീക്ഷണങ്ങളിലൂടെ വിശുദ്ധിയിൽ ഞങ്ങൾ ഉറപ്പിക്കപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.